അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് 2019 ജൂൺ മാസം 28 നടത്തിയ ശ്രദ്ധേയമായ ഒരു ജുമാ ഖുതുബയുടെ പ്രധാന ഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ദൈവിക നിയമവും മനുഷ്യ നിയമവും നേർക്ക് നേർ വരുമ്പോൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള ലോകത്തോട് സംസാരിച്ചത്. ഇന്ന് ജനങ്ങൾ അവരുടെ വിഗ്രഹങ്ങൾക്ക് ദൈവിക നിയമങ്ങളെക്കാൾ പ്രാധാന്യം നൽകുന്നവരാണ്. മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ ഭൂമിയിലെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ മനുഷ്യനിർമ്മിത നിയമങ്ങൾ ദൈവിക നിയമങ്ങളെയും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അവൻ്റെ നിയമങ്ങൾ ബലാത്കാരേണ നടപ്പിലാക്കുന്നു. അത്തരം മനുഷ്യനിർമ്മിത നിയമങ്ങൾ അനുസരിക്കാത്തവരെ അവരുടെ മേൽ അവർ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുവാൻ വരെ തയ്യാറാകുന്നു. ഇന്നത്തെ ലോക സംഭവഗതികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ എത്രത്തോളം അന്വർത്ഥമായി പുലരുന്നു. ലോകത്തുള്ള മിക്ക രാജ്യങ്ങളിലും അവിടുത്തെ ഭരണാധികാരികൾ തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിയമനിർമ്മാണം നടത്തുകയും അത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന അതിക്രൂരമായ ഭരണ സംവിധാനമാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവിക നിയമങ്ങളുടെ സ്ഥാനത്ത് മനുഷ്യനിർമ്മിത നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ ലോകം ഈ തന്നിഷ്ടങ്ങളുടെ ദുശ്ശീലങ്ങളുടെ അനന്തരഫലങ്ങൾക്കുള്ള വില കൊടുക്കേണ്ടി വരുന്നു. ഇന്ന് മനുഷ്യൻ ദൈവിക നിയമങ്ങളെ വലിച്ചെറിഞ്ഞപ്പോൾ മനുഷ്യനിർമ്മിത നിയമങ്ങൾക്ക് കൂടുതൽ വില കൽപ്പിച്ചപ്പോൾ നോക്കൂ ലോകത്ത് എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത്, സമുദായത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ജമാഅത്തിൽ എന്താണ് സംഭവിക്കുന്നത്, കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്തിനേറെ നിങ്ങളുടെ പരിതസ്ഥിതിയിൽ എന്താണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ടത് തന്നെയാണ്. സ്വയം പണ്ഡിതന്മാരെന്ന് ചമയുന്നവർ, മഹാമേരുക്കളെന്ന് ചമയുന്നവർ, ബുദ്ധിമാന്മാർ എന്ന് കരുതുന്നവർ അവർ തങ്ങളുടെ നിയമങ്ങളും ആശയങ്ങളും അഭിപ്രായങ്ങളും മുന്നോട്ട് വയ്ക്കുന്നു. എന്നിട്ട് ദൈവിക നിയമത്തെ ഒരു വശത്തേക്ക് തള്ളിമാറ്റുന്നു. ദൗർഭാഗ്യവശാൽ അവരെ പിന്തുടരുന്ന ആളുകൾ അവരുടെ തന്നെ നഷ്ടം സ്വയം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ദൈവിക ഭയം നഷ്ടമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. പകരം അവർ അവരുടെ ഗുരുവിനെ, നേതാവിനെ, മുഖ്യനെ, പ്രധാനമന്ത്രിയെ എന്ന് വേണ്ട ഇത്തരത്തിലുള്ള തന്നിഷ്ടക്കാരെ അവരുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നു.
ഇത്തരം ആളുകളുടെ ഹൃദയങ്ങളിൽ നിന്നും സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം ഇല്ലായ്മ ചെയ്തു കളയുന്നു. അവർ തങ്ങളുടെ സൃഷ്ടാവിനേക്കാൾ കൂടുതലായി മനുഷ്യനെ ഭയപ്പെടുവാൻ തുടങ്ങുന്നു. അവർ ചെയ്യുന്നതെല്ലാം അവരുടെ ഗുരുവിൻ്റെ തൃപ്തി തങ്ങൾക്ക് ലഭിക്കുന്നതിനായി മാത്രമായി മാറും. അവരുടെ പ്രവർത്തനങ്ങളിലും പ്രയത്നങ്ങളിലും ദൈവത്തിൻ്റെ തൃപ്തി കരസ്ഥമാക്കുന്നതിനുള്ള ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ നോക്കിയാലും അവിടെ എങ്ങും സമാധാനം കണ്ടെത്താത്തത്. അധർമ്മം ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നതായും കാണുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലാണ് അല്ലാഹുത്താല അവൻ തൻ്റെ ക്രോധം പ്രകടമാക്കുന്നത്. മനുഷ്യൻ തൻ്റെ ചിന്താശക്തിയെ ഉണർത്തുന്നതിനായി, അവൻ്റെ തെറ്റും കുറ്റവും മനസ്സിലാക്കുന്നതിനായി, ആരാധനയ്ക്കർഹനായി ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്ന് അവനെ ഗ്രഹിപ്പിക്കുവാനായി. ആയതിനാൽ അല്ലാഹുത്താലായുടെ നിയമത്തിന് മാത്രമേ നമ്മുടെ നിത്യജീവിതത്തിലെ അധപ്പതനത്തിൽ നിന്നും നമ്മെ കരകയറ്റുവാൻ സാധിക്കുകയുള്ളൂ. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് വന്ന ദൈവീക നിയമം അത് സ്വയം തെളിയിക്കുകയാണ്. അത് ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ശരിയായ പാത ഏതാണ്? റൂഹുൽ ഖുദ്സുമായി ഒരു പ്രതിനിധിയെ നിയോഗിച്ചുകൊണ്ട് ലോക ജനതയെ മുഴുവൻ ഏകദൈവത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനായി, ശരിയായ പാത കാട്ടിക്കൊടുക്കുവാനായി, ദൈവത്തിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ നവീകരിക്കുവാനായി പ്രസ്തുത യത്നം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആയതിനാൽ ഹൃദയത്തിൽ നിന്നും മനുഷ്യനോടുള്ള പേടി നീക്കം ചെയ്യുക. പകരം അവിടെ ദൈവഭയം കുടിയിരുത്തുക. അള്ളാഹുവിൻ്റെ നിയമം ഭൂമിയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കി കാണുക. ഇതിനെല്ലാം ഉപരി ഭൂമി മുഴുവൻ അള്ളാഹുവിൻ്റേതാണെന്ന ബോധവും നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹുവാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. മനുഷ്യൻ്റെ പ്രകൃതിയും അവനാണ് ഏറ്റവും നന്നായി അറിയുന്നതും. അവൻ്റെ സൃഷ്ടികളുടെ നന്മയ്ക്കുള്ള നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാണ്? ഏത് നിയമമാണ് അവൻ്റെ സൃഷ്ടികളുടെ നന്മയ്ക്കായി ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശവും അധികാരവും അവന് മാത്രമുള്ളതാകുന്നു. കാരണം ജീവജാലങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചത് അവനാണ്. അതേ അല്ലാഹുത്താല തന്നെ. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. മനുഷ്യനിർമ്മിത നിയമങ്ങളെല്ലാം പരാജയങ്ങൾ തന്നെയാണ്. അതിന് ധാരാളം അപജയങ്ങളുണ്ട്. അതായത് ജനങ്ങൾ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നു, കുടുംബ സംഗമങ്ങളിൽ നിസ്സഹകരണം ഏർപ്പെടുത്തുന്നു, ജനഹൃദയങ്ങളിൽ മനുഷ്യനിർമ്മിത നിയമങ്ങളാൽ ഭയമേർപ്പെടുത്തുന്നു, പ്രസ്തുത ഭയം വ്യാപിപ്പിക്കുന്നു. അവർ പ്രബോധിക്കുന്നത് അവരുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാകുന്നില്ല. അവർ വലിയ ബോർഡുകൾ സ്ഥാപിക്കുന്നു, എന്നിട്ട് വ്യാപക പ്രചാരണം നടത്തുന്നു. അവർ എല്ലാവരെയും സ്നേഹിക്കുന്നുവെന്ന്, അവർക്ക് ആരോടും വെറുപ്പില്ല എന്നും പ്രചാരത്തിലുണ്ട്. ഇതൊക്കെ ജനങ്ങളെ കാണിക്കുവാനുള്ള തട്ടിപ്പ് ബോർഡുകളാണ്. മനുഷ്യനിർമ്മിത നിയമങ്ങളെ അനുസരിക്കാത്ത ആളുകളോട് അവരുടെ തനിനിറം അവൻ കാണിക്കുന്നതാണ്. അവരുടെ വെറുപ്പിൻ്റെ മുഖം പ്രകടമാകുന്നതാണ്. ഇത്തരം മനുഷ്യനിർമ്മിത നിയമങ്ങളൊക്കെ പരാജയപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ നിയമത്തോട് യാതൊരു ആദരവും ഭക്തിയും പ്രകടിപ്പിക്കാത്തവർ, അത് നിത്യജീവിതത്തിൽ പകർത്താത്തവർ, അവർ രംഗത്ത് വന്ന് അവരാണ് യഥാർത്ഥ സത്യത്തെ പിന്തുടരുന്നത് എന്നും ഇസ്ലാമിൻ്റെ രക്ഷകരെന്ന് ആക്രോശിക്കുകയും ചെയ്യുന്നു. അവരുടെ അഭിപ്രായമനുസരിച്ച് സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ടും വിസായും അവരുടെ കയ്യിലാണ് എന്ന് പുലമ്പുകയും ചെയ്യുന്നു. എന്നിട്ടവർ മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ വിധി പറയുന്നു. എന്നാൽ സഹോദരങ്ങളെ, സത്യം ഇതാണ്. ദൈവീക നിയമം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സർവശക്തനായ ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവൻ തന്നെയാണ് സർവശക്തനായ ദൈവം. അവൻ മാത്രമാണ് ഏറ്റവും നല്ല വിധികർത്താവെന്ന് ദൈവീക നിയമത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് തൻ്റെ സഹജീവിയായ മനുഷ്യൻ്റെ വിശ്വാസത്തിന് വിധി പറയുവാൻ അധികാരമുണ്ടെന്ന്.
തന്നെ പോലുള്ള ഒരു മനുഷ്യൻ്റെ മേൽ നിസ്സഹകരണം ഏർപ്പെടുത്തുവാൻ ഒരു മനുഷ്യനും അധികാരമില്ല. കുടുംബ ബന്ധങ്ങളെ വിച്ഛേദിക്കുവാൻ ഒരു മനുഷ്യനും അധികാരമില്ല. സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല എന്ന് പറയുവാൻ ഒരുത്തനും അവകാശമില്ല. അതായത് ഇസ്ലാമിക അഭിവാദനങ്ങൾ. ഇങ്ങനെ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന ഇത്തരത്തിലുള്ള സൃഷ്ടികളെ പൂജിക്കുന്ന സൃഷ്ടിപൂജകരായി ലോകം മാറിയപ്പോൾ അല്ലാഹു തആല അവനെ ആരാധിക്കുന്നതിനായി, അവൻ്റെ സൃഷ്ടികളെ ക്ഷണിക്കുവാനായി അവൻ്റെ നടപടിക്രമമനുസരിച്ച് ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല ആളെ നിയോഗിച്ചു കൊണ്ടിരിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചനം ചെയ്തതാണ്. ആ പുണ്യ മനുഷ്യനെ ഓരോ നൂറ്റാണ്ടിലും തിരിച്ചറിയുവാനും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അതായത് വിശുദ്ധ ഖുർആൻ്റെയും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും യഥാർത്ഥമായ ഉപദേശങ്ങൾ പിൻപറ്റുവാനുള്ള ഒരേ ഒരു വഴി അത് മാത്രമാണ്. ആ നിലയിൽ നമുക്ക് കാര്യങ്ങൾ നോക്കിക്കാണുവാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും ആ വഴിയിലൂടെ ആ ഇമാമിൻ്റെ പിന്നിൽ അണിചേർന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ അധ്യാപനം ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി